നമസ്കാരം. പദവിക്ക് വേണ്ടിയുള്ള വടംവലിയും തൊഴുത്തിൽ കുത്തുമാണ് കോൺഗ്രസിന്റെ പതനത്തിന് കാരണം. ഈ പതനം ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രകടമായതുമാണ്. എന്നാൽ ഈ പതനം കൊണ്ടൊന്നും നേതാക്കൾ നന്നായ മട്ടില്ല. തമ്മിൽ കുത്തും ചെളിവാരി എറിയലും വീണ്ടും തുടരുകയാണ്. എന്തായാലും കോൺഗ്രസിൽ തൽക്കാലം പുനഃസംഘടന എന്ന നൂലാമാല വിട്ട് തൽക്കാലം മറ്റൊരു വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. വിശ്വപൗരനായ തരൂരിന്റെ വ്യവസായ മേഖലയെക്കുറിച്ചുള്ള ലേഖനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ലേഖനത്തിൽ നല്ല വശങ്ങളല്ല കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്, അത് പിണറായി സത്തെ പിന്താങ്ങിയ നിലപാടിനെയാണ്. ഇതോടെ കോൺഗ്രസുകാർ ഇനി ഉണ്ടാക്കാൻ പുകിലൊന്നും ബാക്കിയില്ല. രാഷ്ട്രീയം ഇത്രയും കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന പതിവ് രീതി ആവർത്തിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. KCയുടെ വാക്കുകൾ കടമെടുത്താൽ എല്ലാം കൂളാണ് എന്നാണ്. അതായത് കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെ മോദി ട്രംപ് കൂടിക്കാഴ്ചയും പ്രശംസിച്ച തരൂർ രംഗത്തെത്തിയത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം തരൂരിനെ തള്ളുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതേസമയം CPI-CPM മുഖപത്രമായ ജനയുഗം തരൂരിനെ തലോടുന്ന സമീപനവും സ്വീകരിച്ചു. ഇതോടെ വിവാദം പാർട്ടിക്കുള്ളിൽ മൂർച്ഛിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ശശി തരൂരിനെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. കേരളത്തിൻ്റെത് അതിശയിപ്പിക്കുന്ന മാറ്റമെന്നായിരുന്നു തരൂർ അഭിപ്രായപ്പെട്ടത്. ഇതിന് പിന്നാലെ ശശി തരൂരിനെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ KC വേണുഗോപാലും പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിലും ചർച്ച നടന്നതായാണ് വിവരം. ഖാർഗെയുമായി രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ചർച്ച നടത്തി. ശശി തരൂർ ഇവിടെ എത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ മടങ്ങി. പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നാണ് വിവരം. വിവാദങ്ങൾക്കിടെ ശശി തരൂർ MP ഇന്ന് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയെത്തും. സംസ്ഥാനത്തെ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്നാണ് ശശി തരൂരിന് നേതാക്കളുടെ നിർദ്ദേശം. തന്നെ സംസ്ഥാന നേതാക്കൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതി തരൂരിനുണ്ട്. ഹൈക്കമാൻഡിനെ ഇക്കാര്യം അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കണമെന്നും ചർച്ചയിൽ നേതാക്കൾ തരൂരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നേതൃത്വത്തെ തള്ളിയുള്ള പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്നാണ് തരൂരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും തരൂരിനെ പോലെയുള്ള ഒരാളെ ഒതുക്കിയിരുത്താമെന്ന് കോൺഗ്രസ് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല. എന്തായാലും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാവും. തരൂരിനെ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.